അപ്പോൾ ഒരു യൂട്യൂബ് തന്ന പണിയെ എന്നെ ഒരു പക്ക കൃഷിക്കാരിയാക്കി മാറ്റി. നിറച്ച് ഓർഗാനിക് പച്ചക്കറികളും വീട്ടിലേക്കും കിട്ടി. ഒരു പച്ചയായ സത്യം തുറന്നു പറയട്ടെ, ഈ പച്ചക്കറികളുടെയും ഈ വിളവെടുപ്പിൻ്റെയും എല്ലാം പുറകിലുള്ളത് യൂട്യൂബാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ദിവസവും എനിക്ക് കണ്ടൻറ്റ് വേണം. ആ കണ്ടൻറ്റ് എൻ്റെ സ്വന്തം കണ്ടൻ്റ് ആയിരിക്കണം, ഓർഗാനിക് കണ്ടൻ്റ് ആയിരിക്കണം എന്നുള്ള ഒറ്റ വാശിയുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റിനും നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഉള്ള സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാം, അതിൻ്റെ കണ്ടൻ്റായിട്ട് എനിക്ക് രൂപീകരിക്കാമല്ലോ എന്നുള്ള ആ ഒരു ഐഡിയയുടെ പുറത്താണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. സോ ഇപ്പം എന്ത് പറ്റി? വീട് നിറച്ച് പച്ചക്കറികൾ. എനിക്കിഷ്ടം പോലെ കണ്ടൻറ്റ് യൂട്യൂബിലിടാൻ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. സംഭവം സത്യമല്ലേ? യൂട്യൂബിലെ കണ്ടൻറ്റിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ കൃഷി തുടങ്ങിയത്. പക്ഷേ സംഭവം ക്ലിക്കായി, പച്ചക്കറിയെല്ലാം നല്ല രീതിയിലുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിലും സബ്സ്ക്രൈബേഴ്സ് കൂടി, വാച്ച് അവേഴ്സ് കൂടി, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മോണിറ്റൈസേഷൻ രീതിയിൽ ഞാൻ എത്തുകയും ചെയ്തു. എൻ്റെ ജോലിയും എൻ്റെ പ്രൊഫഷനും വേറെയാണ്. പിന്നെ ജനിച്ചു വളർന്നത് ഒരു മലയോര ഗ്രാമത്തിലാണ്. അതുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതികളൊക്കെ അന്ന് കണ്ടിരുന്നു. പക്ഷേ അന്നൊന്നും നമ്മൾ ഇതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും കാണിച്ചിരുന്നില്ല. അന്ന് നമ്മൾ കണ്ടുപഠിച്ചു. ആ കണ്ടുപഠിച്ച അറിവുകളാകാം ബേസായിട്ട് കിടന്നത്. പിന്നെ യൂട്യൂബ് നോക്കി പലരുടെയും നല്ല നല്ല വീഡിയോസ് കണ്ട് അവിടെ നിന്നാണ് ഞാൻ ഈ കൃഷികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചെടുത്തത്. ഇപ്പം നമുക്ക് പച്ചക്കറി ഒന്നും വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എല്ലാം ഉണ്ട്. ഇവരെല്ലാമാണ് എൻ്റെ കണ്ടൻറ്റുകൾ. ഇതേ പയറ്, ഇത് വിത്ത് പാകുന്നത് തൊട്ട് അവർക്ക് മരുന്ന് തളിക്കുന്നത്, പന്തലിട്ട് കയറ്റിവിടുന്നത്, ഒടുവിൽ കായ്ച്ച് വിളവെടുക്കുന്നത് വരെ എൻ്റെ ഓരോ കണ്ടൻറ്റുകളായി മാറി. വെണ്ട കൃഷിക്കാണെങ്കിലോ ഞാൻ പുതിയൊരു രീതി ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഒരു ബെഡുണ്ടാക്കി ആ ബെഡിൽ മണ്ണ് നിറച്ച്, മണ്ണിലാണെങ്കിലോ വളത്തിന് വേണ്ടി നമ്മളുടെ സ്വന്തം കമ്പോസ്റ്റും പൈപ്പ് കമ്പോസ്റ്റും പിന്നെ ബയോഗ്യാസ് സ്ലറിയും എല്ലാം ഇട്ട് ചാണകപ്പൊടിയും ഇട്ട് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങി. പിന്നെ ചീര നട്ടു. അവർക്ക് ഓർഗാനിക് മരുന്നുകളും ഓർഗാനിക് വളങ്ങളും മാത്രം കൊടുത്തു. പിന്നെ വീതി പയറ് വന്നു. അടുത്തതായി തക്കാളി വന്നു. അവരെ നല്ല രീതിയിൽ പരിപാലിച്ചു. ഇപ്പോൾ ഇതേ നിറച്ച് കായുമായി. പിന്നെ ബ്രിഞ്ചോൾ വന്നു. അവരും നിറച്ച് കാതന്നു. ഇനിയും വരാൻ ഏറെ ആൾക്കാരുണ്ട് എൻ്റെ കണ്ടൻ്റ് ആകാനും എനിക്ക് കൂട്ടാകാനും.